ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതുപോലെ നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലേ ഇതേപോലെ നിങ്ങൾ പിന്നെ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം കേട്ടോ. റവ ഇനി ലോ ഫ്ലെയിമിട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ട് ഈ റവയുടെ ഒരു പച്ചമണ്ണ് ഉണ്ടാവുമല്ലോ അതൊന്ന് മാറ്റിയെടുക്കണേ. കളറൊന്നും മാറി വരേണ്ട ആവശ്യമില്ല. ആ ഒരു സ്മെല്ലൊന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ റവയൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കളറൊന്ന് മാറി തുടങ്ങുന്നുമുണ്ട്. അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് നന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളിതാ വറുത്തെടുത്തിട്ടുള്ള റവ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കിയെടുക്കാം. കാരണം അതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് തേങ്ങ കേട്ടോ. അപ്പോൾ ഈ ഒരു ചൂടോട് തന്നെ നമ്മളിതിലേക്ക് തേങ്ങ ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് തേങ്ങ കേട്ടോ ചേർക്കുന്നത്. ഏകദേശം 3 ടീസ്പൂണോളം തേങ്ങ ഉണ്ടാവും കേട്ടോ അത്. അപ്പം നമ്മളിതാ തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് റവക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് കൈ വെച്ച് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരല്പം വെള്ളം കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കേണ്ട. ഒരു 1-2 ടീസ്പൂൺ വെള്ളം ഒന്ന് കയ്യിലേക്ക് ആക്കി കൊടുത്തിട്ട് നമ്മൾ പുട്ടിനൊക്കെ പൊടി കുഴച്ചെടുക്കുന്ന ആ രീതിക്കൊന്ന് ആക്കിയെടുത്താൽ മതി കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കാനേ പാടില്ല. പെട്ടെന്ന് ഇതങ്ങ് കട്ടയായി പോകട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ പെട്ടെന്ന് അങ്ങ് കുഴച്ചെടുക്കാം കേട്ടോ. പുട്ടിനൊക്കെ പൊടി കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് സംഭവം നല്ല സെറ്റായിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഉപ്പുമാവ് റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് കൂടെ തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ഓയിലാട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയും ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം ഓയിലാട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഗീയും അതിന് കൂടെ തന്നെ ഞാനിപ്പോൾ ചേർക്കുന്നത് 1.5 ടീസ്പൂണോളം ഓയിലും കൂടി ആട്ടോ. അപ്പോൾ അതും രണ്ടും കൂടി ചേർത്തിട്ട് ഇത് രണ്ടും നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാളയുടെ പകുതി മതി കേട്ടോ. ഒരുപാട് സവാളയൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. ചെറിയൊരു സവാളയുടെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സവാള നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കളറൊന്ന് മാറി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. അതിൻ്റെ കൂടുതൽ നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് 1-2 അതും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സവാളക്ക് ഒന്ന് കളർ മാറി തുടങ്ങുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ഇഞ്ചി ചേർത്തിട്ടുണ്ട്, പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളകും ചേർക്കാം കേട്ടോ. പച്ചമുളകിന് പകരം വേണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളക് ചേർക്കാം. ഇനി എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ റവയും കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ആ ഒരു റവയൊക്കെ ഈ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മറന്ന് സ്മെല്ലൊക്കെ ഒന്ന് മാറി നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ഗീയുടെയും ആ ഒരു ഇഞ്ചിയുടെയും പച്ചമുളകിനൊക്കെ നല്ലൊരു മണം വരും. ആ ഒരു സമയത്ത് നമുക്കിതിനൊന്ന് അടച്ച് വെക്കണം. ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ അടച്ച് വെച്ചിട്ട് ഒരു 10-20 സെക്കൻഡ് മാത്രം ഇതിനൊന്ന് ആവി കയറുന്ന ആ ഒരു ടൈം വരെ ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 20 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ആവിയൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല. നമ്മളിപ്പോൾ 1 കപ്പ് റവയാട്ടോ എടുത്തിട്ടുള്ളത്. അതിന് നമ്മളിപ്പോൾ ചേർക്കുന്നത് 1/4 കപ്പ് വെള്ളമാണ്. അപ്പം ഇളം ചൂടുള്ള വെള്ളം ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പച്ചവെള്ളം ചേർക്കണ്ട, ചെറുതായിട്ട് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം കൂടി ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കട്ടയായി പോവും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഇതിനൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണേ. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഒരുപാട് സമയം വെക്കണ്ട. ലോ ഫ്ലെയിമിൽ 1 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ ഉപ്പുമാവ് റെഡിയായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ആവിയൊക്കെ കയറി നമ്മളെ റവയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലൊക്കെ ചേർക്കാം കേട്ടോ. മല്ലിയില ടേസ്റ്റൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില മാത്രം ചേർത്താൽ മതി. നമ്മളിപ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് എടുക്കാം കേട്ടോ.
അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ആ ഒരു കറിവേപ്പിലയുടെ സ്മെല്ലൊക്കെ ഇത് നന്നായിട്ട് അങ്ങ് പിടിച്ച് കിട്ടും, അതിന് ടേസ്റ്റൊക്കെ കിട്ടുമേ. അപ്പോൾ ഇത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് അടച്ച് വെക്കാട്ടോ ചെയ്യുന്നത്. 5 മിനിറ്റിന് ശേഷം നമ്മളെ ഉപ്പുമാവ് നല്ല അടിപൊളിയായിട്ട് നല്ല സ്മെല്ലുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഒട്ടും കട്ടയൊന്നും പിടിക്കാതെ നല്ല സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഉപ്പുമാവിൻ്റെ റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും കട്ടയൊന്നും പിടിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഉപ്പുമാവ് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുമേ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.